ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ ഈവനിങ് സമേത ആയുർവേദിക്സിൽ ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന്. ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റു ഫ്രഷായി. കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. എന്ന് വെച്ചാൽ ചെറുക്കുട്ടൻ വന്ന പിന്നെ രാവിലെ ഇവിടെ ഓട്ടമാണ്, അപ്പം പിന്നെ അമ്പലത്തിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും രാവിലെ എണീച്ച് ഫ്രഷായി. ഈവനിങ് ഒക്കെ അവിടെ പോകാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഫ്രഷായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫുഡ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. പിന്നെ ഉച്ചയ്ക്കത്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം നമ്മളിനി ആ കുറച്ച് വീഡിയോസും കാണിച്ച ശേഷം നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് കുറച്ച് വിശേഷങ്ങൾ. ഇനി സമേതയിൽ പോയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഇനി വരുന്നതാണ്. ആദ്യം വിശേഷം കഴിഞ്ഞ ശേഷം സമേതയുടെ പോയ വിശേഷങ്ങൾ. ഓക്കെ, അപ്പം വീഡിയോസ് കാണാം. അപ്പോൾ ഇവിടെ കുഞ്ഞാവെ അമ്മയൊക്കെ ഉറക്കമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പം ആ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പുട്ടും കടലയാണേ. പിന്നെ കുറച്ച് മരിച്ചിനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പയും പിന്നെ ചാള ഉണ്ടായിരുന്നു, ചാളയും ഫ്രൈ ചെയ്തു. അപ്പോഴാണ് ഒരു നൈറ്റി കൊറിയർ ഉണ്ടായിരുന്നു എനിക്ക് മോക്കും, അത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അത് മേടിച്ചുകൊണ്ട് വന്നു. ആ വീഡിയോ വേറൊരു ദിവസം ഇടുന്നതാണേ. അത് കഴിഞ്ഞ് നമ്മളിന്ന് അറക്കീര മേടിച്ചു. അതാണ് തോരൻ വെച്ചത്. അമ്മയും കുഞ്ഞും ഒക്കെ അങ്ങനെ എണീറ്റു. വാക്സിനൊക്കെ കഴിഞ്ഞ അമ്മയുടെ അടുത്ത് തന്നെ എൻ്റെ തേടിക്കൂട്ടനെ എപ്പോഴും ഇരിക്കണം. തേടിക്കൂട്ടോ അല്ലോ, നമ്മളെ തീരത്തോടെ വെക്കുവാണ്. തേടിക്കുട്ടീനെ വച്ചിട്ടാണ് തീരത്തോറുന്നത്. ഈ തോരൻ വയ്ക്കുന്നത് എപ്പോഴും മോളാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അത് കഴിഞ്ഞ് ചെറുകുട്ടനെ കുളിപ്പിച്ചൊക്കെ മോള് തന്നു. അങ്ങനെ തുടച്ചൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ ചിക്കൻ തോരൻ ഉണ്ടാക്കി. കുഞ്ഞവനെ കിടത്തിയൊക്കെ ഉറക്കി നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കി. ചിക്കൻ തോരൻ്റെ ഒരു റെസിപ്പി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. വളരെ സിമ്പിളും ടേസ്റ്റും ആയൊരു തോരന. അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് ഒരുപാട് കറിയൊന്നും വെച്ചിട്ടില്ല. തോരനും ഒഴിച്ചുകറി, വെണ്ടയ്ക്ക് മെഴുക്ക് വരട്ടി, പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു. അതും വെച്ച് കഴിച്ച് നമ്മൾ സമേതയിലോട്ട് പോയി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് തമ്പുരാട്ടി പുറത്ത് ഇറങ്ങുമായിരുന്നു. 5 മണിക്കായിരുന്നു ഇനോഗ്രേഷൻ. നമ്മളവിടെ പോയപ്പോൾ 5:10 കഴിഞ്ഞു പോയി. കുഞ്ഞവൻ്റെ കരച്ചിൽ കാരണം. പക്ഷേ തമ്പുരാട്ടിയെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ തമ്പുരാട്ടി അവിടെ എല്ലാവരും സ്റ്റാഫൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്, ഡോക്ടേഴ്സും സ്റ്റാഫൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ചെറുക്കുട്ടനും അമ്മയും കൂടെ അവിടെ കറങ്ങുമായിരുന്നു. പിന്നെ ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുള്ളായിരുന്നു അവിടെ ഗ്രേപ്സും പാഷൻ ഫ്രൂട്ടും ആയിരുന്നു. പിന്നെ കുഞ്ഞവനും കൊണ്ട് മോളങ്ങനെ നടക്കുമായിരുന്നു. ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തമ്പുരാട്ടി പോയതിന് ശേഷം അവിടെ സീരിയൽ ആർട്ടിസ്റ്റൊക്കെ വന്നു. അവരൊക്കെ ആയിട്ട് എല്ലാ സ്റ്റാഫൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് പിന്നെ ലേറ്റായി പോയതുകൊണ്ട് ദേവിക നമ്പ്യാരെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അവരുടെ കട്ട ഫാനാണ്. പക്ഷേ അത് എനിക്ക് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാനും പറ്റി. പക്ഷേ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ പോയപ്പോൾ തന്നെ ദേവികയും ഫാമിലിയും ഇറങ്ങുമായിരുന്നു. നമ്മൾ എത്താൻ ലേറ്റായല്ലോ, കാണാൻ പറ്റിയത് തന്നെ സന്തോഷമായി. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് സമേത എന്ന് പറയുന്നത്. കാര്യം എല്ലാവർക്കും അറിയാം, ഇപ്പോഴും ഈ ഒരു സമയത്ത് ഈ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹാർഡ് ടൈം ടു ഓവർകം. അതുപോലെ തന്നെ നമ്മൾ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഇവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. സോ ഇനിയും ഇങ്ങനെ തന്നെ മുമ്പോട്ട് അടിപൊളിയായിട്ട് പോട്ടെ.
പണ്ടൊക്കെ ഈ ഒരുപാട് പോസ്റ്റ് പ്രഗ്നൻസി ട്രീറ്റ്മെന്റ്സ് ഒക്കെ എല്ലാവരും വീട്ടിലൊക്കെയാണ് ചെയ്യണം. നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും യാത്രകളാണ്. സമയവും കാലവും നോക്കാണ്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഫുഡ് പ്രോപ്പർ ഹെൽത്തൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓടി എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സമേത. അപ്പോൾ ഇവിടെ വന്ന് സാധാരണ ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് റെജുനേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു വെൽബീയിങ് തീർച്ചയായിട്ടും സമേതയിലെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിലൂടെ എനിക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. അതിന് ഞാൻ ഡോക്ടറിനോട് വളരെയധികം എപ്പോഴും തുടങ്ങണം, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. മിക്കവാറും ഞാൻ സമേതയുടെ ഓപ്പോസിറ്റ് യുവ വെൽനസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരെണ്ണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാര്യം ആണുങ്ങൾ ഇവരെ പോലെയുള്ള ഡയനെ പോലുള്ള സുന്ദരിമാർക്കൊക്കെ അത്യാവശ്യം ഡബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണിപ്പം ഞാനിങ്ങനെ പോകുന്നത്. സൈഡിൽ കൂടെ സിംഗിങ് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. സമേതയെക്കുറിച്ച് 2 വാക്ക് പറയാം. ആദ്യം തന്നെ സമേത ശരിക്കും എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു സത്യം പറഞ്ഞാൽ. ആ 9 മാസം ഞാനിങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം ട്രിവാൻഡ്രത്ത് ഇതിലുള്ള എല്ലാ ഗസ്റ്റിനും വരാൻ പറ്റിയിട്ടില്ല ഷൂട്ടൊക്കെ കാരണം. എന്നാലും എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചേർന്നു, കാണാനും പറ്റി. അവിടെ പിന്നെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാമൊക്കെ നടക്കായിരുന്നു. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് മോൾക്ക് കിട്ടിയത്. അപ്പം അതിനേക്കാൾ ഉപരി പറയേണ്ടത് പിന്നെ സമേതയുടെ പ്രൊഡക്ട്സ് ആണ്. അവരുടെ സോപ്പായാലും പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഫ്രൈഡ് റൈസും ഐസ്ക്രീമും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിക്കായിരുന്നു. കുറച്ച് പേരൊക്കെ ഗസ്റ്റുകളൊക്കെ പോയി തുടങ്ങി. പിന്നെ കുട്ടികളുടെ ഗെയിംസും അവിടുത്തെ സ്റ്റാഫുകളുടെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. മോക്ക് സമയത്തെക്കുറിച്ച് 2 വാക്ക് പറയേണ്ട അവസരം കിട്ടി. കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഹോം സർവീസ് ആണ്. ഇപ്പോൾ വീട്ടിൽ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരുന്നു എനിക്ക് വന്ന 2 തെറാപ്പിസ്റ്റും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായി. എനിക്ക് 2 ചേച്ചിമാരാണ് ഇവിടെ കിട്ടിയത്, ചന്ദ്രൻ ചേച്ചിയും ധന്യ ചേച്ചിയും. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ചന്ദ്രൻ ചേച്ചിക്ക് ഒരു അത്യാവശ്യം വന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ചന്ദ്രൻ ചേച്ചി എന്നെ വേറൊരാളെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി. എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വന്നത് ധന്യ ചേച്ചിയായിരുന്നു. ഇവിടുത്തെ എല്ലാ തെറാപ്പിസ്റ്റും അമ്മ ഇപ്പോൾ ഒരു 2 വീക്സ് മുന്നേ ഇവിടെ വന്ന് റെജുനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത തെറാപ്പിസ്റ്റ് ആ ചേച്ചി എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ എസ്പെഷ്യലി ഡോക്ടേഴ്സ് അടിപൊളിയാണ്. ഓരോ ദിവസവും എന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് നല്ല ഡാൻഡ്രഫ്, ഹെയർ ഫോളിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, സ്ട്രെച്ച് മാർക്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിച്ചു. സോ താങ്ക് യു സമേത. താങ്ക് യു മാം. ഒട്ടും പഠിക്കണ്ട, സമേതയുടെ സ്റ്റാഫൊക്കെ ഭയങ്കര സ്പോർട്ടീവ് ആണ്. അങ്ങനെ അവിടെ സ്റ്റാഫിൻ്റെ മത്സരങ്ങളൊക്കെ തുടങ്ങി. ചഞ്ചലും ധന്യ ഒക്കെ ഉള്ള 5 പേരടങ്ങുന്ന ഒരു മത്സരമായിരുന്നു. അതിൽ മോൾക്ക് ചഞ്ചലിനെ വിജയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മത്സരത്തിലെ വിന്നറായിട്ട് മോള് നല്ല സപ്പോർട്ടായി നിന്ന് ചഞ്ചലിനെ വിന്നറാക്കി. ആ വീഡിയോ കാണാം. നേരത്തെ ക്ലാസ്സിൽ വെള്ളം പിടിച്ചോണ്ട് നിൽക്കുക. ഇവര് ജയിച്ചു നിനക്കൊന്നും കിട്ടൂല. സഹായിച്ചു കൊടുക്കുന്ന വിഷയല്ലേ? ആ വെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല. പോയി എടുക്കാം. ഇതാണ് നമ്മളുടെ ചഞ്ചലി ധന്യ. ഇനി ആ വെള്ളം കുടിച്ചോ, ബോഡി തളർന്നൊക്കെ കുടിച്ചോ. വെള്ളം കുടിച്ചോ. ഇനിയിപ്പോ ഞങ്ങളെ തമ്മിലുള്ള കോമ്പറ്റീഷൻ പറ്റില്ല.
നമ്മുടെ തെറപ്പിസ്റ്റും ഡോക്ടേഴ്സും ആണല്ലേ. പിന്നെ അവരുടെ ടാസ്കും അത് തന്നെയാണ്. അതായത് ഞാൻ 1 2 3 ഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഒരാൾക്ക് വെള്ളം വായിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ വെള്ളം കുടിച്ച് അവർ തീർത്തോന്ന് നോക്കണം. എന്നിട്ട് എവിടെ നിന്നാണോ കമ്മൽ കൊണ്ടുവന്നത് ആ കമ്മൽ അവർക്ക് ഇട്ട് കൊടുക്കുകയും വേണം. പൈസ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് ആ പൈസ തിരിച്ച് കൊടുത്തിട്ട് വരണം. വെള്ളം തറയിൽ വീഴരുത്. ഓണിയ മാർക്സ്. സാരിയൊക്കെ ഇപ്പൊ സാരി ഒന്നും പിടിക്കണ്ട, ഇല്ലെങ്കിൽ ഓട്ട മത്സരമാണ്. 1 2 3 ഗോ. അങ്ങനെ നമ്മളുടെ ചഞ്ചൽ വിന്നറായി കഴിഞ്ഞു. നമ്മുടെ വിന്നർ ഓഫ് സ്നാച്ച് ആൻഡ് റൺ. വലിയ കൈയ്യടി കൊടുത്തേ. മാം സത്യം പറയാലോ ഇത്രയും സ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ് വേറെ എവിടെയും കാണൂല. സാരിയൊക്കെ പൊക്കി പിടിച്ചൊക്കെ ഓടാനാണ്. ഗിഫ്റ്റ് വേണ്ടേ? ചോദിച്ചാൽ മതി, മാം തരും. ഡോക്ടർ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നു. സോപ്പ് തരാം. ഈ മത്സരം ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഫ്രൈ ഒക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കുറച്ച് മത്സരമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ നലീഫ് ഇപ്പോഴാണ് എത്തിയത്. നലീഫ് വന്ന് അനൗൺസൊക്കെ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾക്ക് നേരത്തെ അറിയാം, നലീഫ് നേരിട്ട് കാണേണ്ട അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ചെറുക്കുട്ടനെയൊക്കെ നന്നായിട്ട് അറിയാം. നൂലിയോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് കൊച്ചു കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ആയിരുന്നു. നല്ല ആക്റ്റീവുള്ള മക്കളായിരുന്നു എല്ലാവരും. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അതിൽ പീലിമോള്, ബാക്കി കുട്ടികളുടെ പേരെനിക്ക് അറിയത്തില്ല. പീലിമോള് മെയിനായിട്ട് അവിടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് പറഞ്ഞു. നല്ല ആക്റ്റീവായിരുന്നു. അവിടെ ഫാഷൻ ഷോയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഒരിക്കൽ കൂടെ പറയാണ്, സമേതയുടെ സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും ഒക്കെ സ്പെഷ്യൽ താങ്ക്സ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ മത്സരങ്ങളും കണ്ടിട്ട് തന്നെയാണ് അവിടെ നിന്ന് തിരിച്ചത്. നല്ല ലേറ്റായെങ്കിലും ഇത് കുഞ്ഞിൻ്റെ ഫാഷൻ ഷോയൊക്കെ ആയിരുന്നു. എല്ലാം നമ്മൾ അങ്ങോട്ട് പറഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്യുന്ന പീലിമോളും വേറെ 2-3 കുട്ടികളുണ്ടായിരുന്നു. ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ മക്കളായിരുന്നു. പക്ഷേ നല്ല ആക്റ്റീവായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒന്നുകൂടി പറയാണ്, എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.